കഥയല്ലിത് ജീവിതം. നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി ലീലാമണി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ കല്ലട KG അലക്സാണ്ടർ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ VNP കൈമൾ. എല്ലാവർക്കും സ്വാഗതം. കഥയല്ലിത് ജീവിതം. അത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ചതായിരുന്നു? അതെ, നിങ്ങൾ തമ്മിൽ നേരത്തെ പയ്യനുമായിട്ട് ഈ കുട്ടിക്കുള്ള പരിചയം ഒരു ബ്രോക്കർ വഴി കൊണ്ടുവന്നു. ഓക്കെ, അതെന്താ അയാൾക്ക് എന്ത് പറ്റിയതാ മരണം സംഭവിച്ചത്? അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എന്നെ തലേ ദിവസം വരെ എന്നെ വിളിച്ചിരുന്നു. ആത്മഹത്യയാണോ? എന്തോ അന്ന് അറിഞ്ഞൂടാ. അപ്പൊ ആ കാര്യം പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ടായിരുന്നോ ഭർത്താവ് നിങ്ങളുമായിട്ട്? എന്നിട്ട് അയാൾ പറഞ്ഞു, ചുമ്മാ അല്ലടി നിന്നെ കെട്ടാൻ. എന്തൊക്കെയോ ഉണ്ട്. എന്നോട് പറയാൻ പേടിയുണ്ടോ? ഇല്ല ഇല്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ടോണ്ടൊരു പേടിയുണ്ടോ? അങ്ങനെ വേണ്ട, എന്താ പേടി? ധൈര്യമായിട്ട് പറയാം. മോളൊരു കാര്യം മനസ്സിലാക്കണം. മോൾക്ക് പുറത്തു പറയാൻ പറ്റാത്തതായിട്ട് വല്ലതാണെങ്കിൽ നമുക്ക് തന്നെ സംസാരിക്കാം. ഇല്ല, പുറത്ത് പറയാൻ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ടെലിവിഷനിലൂടെ കാണിക്കാൻ പറ്റാത്തതായിട്ട് വല്ലതുമാണ് മോള് പറയണേന്ന് വെച്ചാൽ അത് എഡിറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. ഞങ്ങൾക്കും ടെലിവിഷനിൽ കാണിക്കാൻ പാടില്ലാത്തായിട്ടൊന്നും ഞങ്ങളും കാണിക്കില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഇതിലേതോ ഉണ്ട് സംതിങ് റോട്ടൻ ഇൻ സംവെയർ എൽസ്. അപ്പൊ എന്താ ഈ മന്ത്രവാദത്തിന്റെ കാര്യം പറഞ്ഞു വന്നത്? അല്ല, അവര് ഇങ്ങനെ പോണ ആൾക്കാരാണ്. അതുകൊണ്ട് അമ്മാവി. അപ്പൊ ബൃന്ദാവനം ചെയ്തു വല്ലതും? അങ്ങനെ അവർക്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഇങ്ങനെ ഉപദ്രവം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങനെയൊക്കെ അവർ കൊണ്ടുപോകുമായിരുന്നു. കൊണ്ടുപോകും. അങ്ങനെ ഞാൻ അമ്മയടുത്ത് വിളിച്ചു. എത്ര പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്? 2 പ്രാവശ്യം. അത് ഈ കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ കൊണ്ടുപോയോ? കല്യാണം കഴിഞ്ഞ ആ സമയത്തും കൊണ്ടുപോയി, അല്ലാതെ പ്രഗ്നന്റ് ആയിരുന്ന ആ സമയത്തും കൊണ്ടുപോയി. എൻ്റെ ഈശ്വര. ഈ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഇങ്ങനെ ഇവർക്ക് സംശയം വരാനായിട്ട് എന്തെങ്കിലും അസുഖം നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്നു? അവർക്ക് എന്തോ അല്ല, അവരുടെ കാര്യമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇല്ല. അപ്പോഴത്തെ ആ ഒരിത് എനിക്ക് പറഞ്ഞില്ല, കെട്ടാൻ നിന്ന പയ്യൻ മരിച്ച അപ്പോഴുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ലെ, മന്ത്രവാദമൊക്കെ നടത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖമുള്ളവർക്ക് മന്ത്രവാദം നടത്തുന്ന രീതിയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉള്ളതായിട്ട് അവർക്ക് സംശയം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവർക്ക് സംശയം തോന്നിക്കാണോ, അതുകൊണ്ടല്ലേ കൊണ്ടുപോയത്. അങ്ങനെ സംശയം എന്റെ തോന്നുന്നൊന്നുമില്ല, പക്ഷെ അവർക്ക് അങ്ങനെ എന്തെങ്കിലും എന്നെ ആക്കി തീർക്കണം. ഈ പറഞ്ഞല്ലോ, അയാള് മരിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന്. അയാള് മരിച്ച എത്ര കാലം കഴിഞ്ഞിട്ടാ ഈ കല്യാണം? ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഈ കല്യാണം. അപ്പൊ ആ ടെൻഷൻ ഉള്ള സമയത്ത് നിങ്ങൾക്ക് കല്യാണത്തിന്റെ അന്നും ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ടെൻഷൻ ആയിരുന്നു? വേറൊന്നല്ല, ഇയാള് മരിക്കുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു. ഇയാൾക്കും ഇനി എന്തെങ്കിലും സംഭവിച്ചു പോകുമോ? ഇതിന്റെ പേരിൽ അവർക്ക് സംശയം തോന്നത്തക്ക വിധത്തിൽ നിങ്ങളുടെ വല്ല പെരുമാറ്റ രീതി ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ അറിവിലില്ല? ഇല്ല, എന്റെ അറിവിലില്ല. പക്ഷെ അവരിങ്ങനെയൊക്കെയാണ് പറയണത്. ഇവര് പറയത്തില്ലല്ലോ, അവരെ കേട്ടാലും നമുക്കത് അറിയാം. അവരെ കേട്ടാലേ അത് പറയാൻ പറ്റുള്ളൂ. അവര് വ്യക്തമായിട്ട് പറയണല്ലോ, എന്നാലേ നമുക്ക് അറിയുള്ളൂ. ചിലപ്പോ എന്തെങ്കിലും അവിടെ വെച്ച് പറഞ്ഞാൽ ഇതിലും നല്ല മറ്റവനായിരുന്നെന്നോ എന്തെങ്കിലുമൊക്കെ ദേഷ്യം അത് ഞാൻ പറയുമായിരുന്നു. അത് പറയുമായിരുന്നു. അതാണ് പ്രശ്നം വീട്ടിൽ വന്നത്. ഇതിലും നല്ല മറ്റവനായിരുന്നു. മറ്റല്ല, നല്ല സ്നേഹമൊക്കെ ഉള്ളായിരുന്നു. ഇത് പറയുന്നതിലൊട്ടും വിട്ടുകൊടുക്കാതെ പതിവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുമായിരുന്നു. അതാണ് മെയിൻ റീസൺ. അത് ആർക്കെങ്കിലും പിടിക്കുവോ? നല്ല പയ്യനായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഇത് ആദ്യമായിട്ടപ്പോ ഈ ഒരു സംഭവമാണ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ കല്യാണത്തിൽ ഇഷ്ടം ഉണ്ടായിരുന്നില്ലേ? He's not fully happy with that marriage. വാതുറന്ന് സംസാരിക്കൂ. പൂർണ്ണമായിട്ടും സമ്മതത്തോടു കൂടിയല്ല നിങ്ങൾ ഈ കല്യാണം കഴിച്ചത്. ഉണ്ടായിരുന്നു. ആ പയ്യനോടുള്ള അത്രയും ഒരു ഇത് നിങ്ങൾക്ക് ഇയാളോട് തോന്നിയിട്ടില്ല? തോന്നിയിട്ടില്ല. അതാണ് എൻ്റെ റീസൺ. അപ്പൊ അതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്.
പറയണം മോളെ, നിങ്ങൾ പറഞ്ഞാലേ ഞങ്ങൾക്ക് അതിന് എന്തെങ്കിലും ആ ഒരു ഇതില്ലായിരുന്നു. അപ്പം ഇങ്ങനെ എപ്പോഴും എന്നെ അടിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നൂലേ? സ്വാഭാവികമായിട്ടൊന്നുള്ളതല്ല, നിങ്ങളുടെ മനസ്സിലെ പ്രശ്നം എന്താണെന്നുള്ളത് ഇപ്പോൾ വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്ക് ആ ആദ്യം നിശ്ചയിച്ചു വെച്ച പയ്യനോട് ഉണ്ടായിരുന്ന ഒരു സ്നേഹം എന്ന് പറയാൻ ഒരു ആത്മാർത്ഥത, എന്താ പറയുക, അതിനൊരു ആ പയ്യനോടുണ്ടായിരുന്ന അത്രയും ഇഷ്ടം നിങ്ങൾക്ക് ഈ ആളോട് തോന്നിയിട്ടില്ല. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ ആ കല്യാണം കഴിഞ്ഞ അയാൾ മരിച്ച 5-6 മാസമേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് അയാളെ മറന്നോ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള മാനസികാവസ്ഥയിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ മരണ കാരണം എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയുന്നില്ല. അത് അതിനേക്കാളും പ്രശ്നമാണ്. അപ്പോൾ എന്തുകൊണ്ട് അയാൾ മരിച്ചു, എങ്ങനെ മരിച്ചു എന്നൊന്നും നിങ്ങൾക്ക് അറിയുന്നില്ല. മരിച്ചു എന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയുന്നുള്ളൂ. എങ്ങനെ മരിച്ചു എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല, അറിയില്ലല്ലോ. എന്തുകൊണ്ട് അത് അറിയാതിരിക്കുമോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന പെണ്ണിന്റെ വീട്ടുകാരോട് പറയില്ലേ? എന്തോ ബാക്കിയൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അവർ തരാണ്ടതെല്ലാം തന്നിരുന്നു. പിന്നെ വേറൊന്നും തിരക്കാൻ പോയില്ല. തരാണ്ടതൊക്കെ തരും. അവർക്ക് നമ്മൾ സ്ത്രീധനം കൊടുത്തായിരുന്നു. ഒരു കല്യാണത്തിന് 1 മാസമേ ഉള്ളുവായിരുന്നു. എൻ്റെ പൊന്നു മോളെ, ഞാൻ ചോദിക്കുന്ന സ്ത്രീധനത്തിന്റെ കാര്യമല്ല. ഇപ്പം നമ്മളൊരു കല്യാണം നിശ്ചയിച്ചു. കല്യാണത്തിന്റെ എത്ര ദിവസം മുമ്പാണ് അയാൾ മരിച്ചത്? കല്യാണത്തിന് 1 മാസം കിടക്കെ. 1 മാസത്തിന് മുമ്പ് വെച്ചാൽ മരിച്ചത്. അപ്പോൾ ആ മരിച്ച സമയത്ത് എൻ്റെ മകന് അസുഖമായിരുന്നു, മരിച്ചു, ഇല്ലെങ്കിൽ എൻ്റെ മകന് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ മഞ്ഞ നോവെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഒരു ഇതും ഇല്ലായിരുന്നു. എന്നെ തലേ ദിവസം വിളിച്ചിരുന്നു. അതുകൊണ്ട് മഞ്ഞ നോവുണ്ടെങ്കിൽ അതിന് തലേന്ന് വിളിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ഒന്നുമില്ല. ഞാൻ അതിനോട്ട് പോണില്ല. ആസ്പത്രിയിൽ വെച്ചാണോ മരിച്ചത്? മെഡിക്കൽ കോളേജിൽ വെച്ച്. അപ്പോൾ ഹി വാസ് നോട്ട് വെൽ. അല്ല, ഇതെന്താണ്? അതുപോലും പറയാതിരിക്കുമോ? എനിക്കറിയില്ല. എത്ര ദിവസം മെഡിക്കൽ കോളേജ് കിടന്നു എന്നാ പറഞ്ഞു? അതൊന്നും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് പിറ്റേന്ന് അന്നാണെങ്കിൽ ഒരുപാട് കോള് വന്നിരുന്നു. തലേന്ന് വിളിച്ചപ്പോൾ അയാൾ എന്താ നിങ്ങളോട് പറഞ്ഞേ? എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും അന്ന് എനിക്ക് വിളിക്കാൻ പറ്റിയില്ലായിരുന്നു. നീ എത്ര താമസിച്ചാലും വിളിക്കണമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് വിളിക്കാൻ പറ്റിയില്ലായിരുന്നു. പിറ്റേന്ന് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആരാണെന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ എടുത്തപ്പോൾ അവർ കട്ട് ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ ഈ തലവെ കൊണ്ടുവന്ന ആൻറ്റിയാണെങ്കിൽ എന്നെ വിളിച്ച് എന്നിട്ട് ചോദിച്ച്, നിൻ്റെ സഹോദരൻ അവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ജോലി സ്ഥലത്താണ്. അവൻ്റെ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെ വിളിച്ചിരുന്നു. അതൊന്ന് ഫോൺ എടുത്തിട്ട് ഒന്നും സംസാരിക്കില്ല, അങ്ങനെ കട്ട് ചെയ്ത്. കുറേ കഴിഞ്ഞപ്പം ഒരു വണ്ടി നിറയെ ഓട്ടോയിൽ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അമ്മ പോവാനായിട്ടൊക്കെ നിൽക്കുകയാണിപ്പോൾ. അപ്പം പറഞ്ഞു അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അപ്പം വേറെ എൻ്റെ അണ്ണൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അത് നിന്നെ കെട്ടാൻ നിന്ന പയ്യനാണ് മരിച്ചത്. അപ്പോൾ അവരും പറഞ്ഞില്ല എങ്ങനെയാണ് മരിച്ചതെന്ന്? അവർ പറഞ്ഞു മഞ്ഞ് നോക്കുന്നു. അത് പറഞ്ഞിട്ട് ഭയങ്കര ഷോക്കായി. അതെനിക്കൊരു ഷോക്കായി. ആ ഷോക്കിൽ നിന്നും നിങ്ങൾ വിടുപെടുന്നതിന് മുമ്പ് തന്നെയാണ് ഈ കല്യാണ ആലോചന വന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആലോചന വന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ എല്ലാവരുടെ പറഞ്ഞിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇയാളെ ഇതും പറഞ്ഞുകൊണ്ട് എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു. ഇത് പറയുമ്പോൾ എനിക്ക് ആ ഒരു വിഷമം. ഈ പേരും പറഞ്ഞ എപ്പോഴും ചുമ്മാലടി തന്നെ കെട്ടാൻ. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ ഭർത്താവ് നിങ്ങളോട് നല്ല സ്നേഹത്തിലായിരുന്നോ? സ്നേഹത്തിൽ ഇല്ല. ആദ്യ രാത്രി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭർത്താവിനോട് സ്നേഹമായിട്ട് പെരുമാറാൻ പറ്റിയിട്ടില്ല ആദ്യ രാത്രിയിൽ തന്നെ. അയാളും അങ്ങനെ തന്നെയായിരുന്നു. സംഭവം അല്ല, അതൊന്ന് ശകലം ആ ഭാഗം ഒന്ന് കേൾക്കേണ്ടി വരും. കല്യാണം നിശ്ചയിച്ചിട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു? 1 മാസം. ആ 1 മാസത്തിനാണ് നിങ്ങൾ വല്ലാതെ മാനസികമായിട്ട് അയാളായിട്ട് അടുത്തു? അല്ല, 1 മാസം മുമ്പാണോ കല്യാണം? കണ്ടിട്ടില്ല, എന്നാലും ഫോൺ വിളിക്കുമായിരുന്നു. കണ്ടിട്ടില്ല പറഞ്ഞാൽ പെണ്ണ് കണ്ടതല്ലേ? നിശ്ചയിപ്പിനും പെണ്ണ് കണ്ടതും തന്നെ. പിന്നെ അല്ലാതെ പിന്നെ ഫോൺ വഴി സംസാരിക്കും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അയാളായിരുന്നു കാണാൻ കുറേയും കൂടെ ഭംഗി ഇയാളെക്കാളും? അല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ കല്യാണം നിശ്ചയിച്ച് കല്യാണത്തിന് ഒരു 10 ദിവസം മുമ്പ് സ്ത്രീധനം കൊടുക്കും.
അല്ലാതെ കല്യാണത്തിന് 1 മാസം മുമ്പ് തന്നെ അയാൾ മരിച്ചു കഴിഞ്ഞിരിക്കണു. അപ്പോൾ അതിനും മുമ്പായിട്ട് നിങ്ങൾ സ്ത്രീധനം കൊണ്ടേ കൊടുത്തുവോ? ആ കൊടുത്തായിരുന്നു. പണമിടാടൊക്കെ കഴിഞ്ഞിരുന്നു. എത്ര കൊടുത്ത്? അത് ഇതുപോലെ തന്നെ 1 ലക്ഷം ഉറുപ്പ്യ. മോളോട് ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. സ്വർണ്ണമൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെയല്ലേ? കുറച്ച് കിട്ടാനുണ്ട്. എടുത്തോ? കിട്ടാനുണ്ട് എന്ന് വെച്ചാൽ അത് പണയം വെക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ? അത് അവർക്ക് അറിയാവോ? എന്ന് വെച്ചാൽ അവർക്ക് അറിയുള്ളൂ. സ്വർണം നിങ്ങൾ അവരെടുത്ത് കൊടുത്തു? അല്ല, അവർക്ക് ഇട്ടു കൊടുത്തത് അമ്മയ്ക്ക്. അതല്ല, നിങ്ങളുടെ 13 പവൻ എന്ന് പറഞ്ഞില്ലേ, അത് അതിന് ഇനി ഒരു 6 പവന് കിട്ടാനുണ്ട്. ബാക്കി എൻ്റെ കയ്യിലുണ്ട്. 6 പവൻ കിട്ടാനുണ്ട്. അതെന്താ അതെന്നുവെച്ചാൽ കിട്ടാനുണ്ടെന്ന് പറയാൻ കാരണം എന്താ? അവരെടുത്ത് കൊടുത്തതാണോ? അവർക്ക് കൊടുത്തത്. ഈ 6 പവൻ അവർക്ക് കൊടുത്തിരുന്നു? കൊടുത്തത് ഗിഫ്റ്റായിട്ട് കൊടുത്താണോ അന്ന് കല്യാണ സമയത്ത്? ഇട്ട് കൊടുക്കാന്നെന്തോ, വളം ഇട്ട് കൊടുത്തത് അങ്ങനെയാണോ? അവർക്ക് കൊടുത്തത് 13 പവൻ. അങ്ങനെ അത് അറിഞ്ഞിട്ടില്ലായിരുന്നു നമ്മള്. അപ്പൊ അയാൾക്കൊരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അമ്മയ്ക്ക് മോതിരം. ആർക്ക്? ഇയാൾക്ക്. നിങ്ങളുടെ ഭർത്താവിന് ഒരു മോതിരം, ഒരു മാല. നാത്തൂന് വള? വളയല്ല, മോതിരം. രണ്ടുപേർക്കും കൂടെ 2.25 പവൻ്റെ 2 മോതിരം. പിന്നെ അമ്മയ്ക്ക്? രണ്ടുപേർക്കും കൂടെ 2.25 പവൻ്റെ 2 മോതിരം. മുക്കാലും മോതിരം. അപ്പൊ 1.5 പവൻ. ഇയാൾക്ക് കൊടുത്ത മാലയോ? മാല 1 പവൻ്റെ മാലയും 3/4 പവൻ്റെ മോതിരം. 3/4 പവൻ്റെ മോതിരം. അപ്പൊ 3 1 4. പിന്നെ എൻ്റെ ഒരു ജിമ്മ് കമ്മലുണ്ട്, 3/4 പവൻ്റെ ഒരു ജിമുക്ക. അത് ഞാൻ ഇട്ട പോലും ഇല്ല. അമ്മ വാങ്ങിച്ചിട്ട് വന്നു. അത് അവിടെ നിന്ന് അവരുടെ അടുത്തുണ്ട്, നാത്തൂന്റെ അടുത്തുണ്ട്. എന്തിനാ നാത്തൂന് കൊടുത്തേ? കൊടുത്തതല്ല, അവിടെ ഞാൻ വെച്ചിരുന്ന് കാണാനില്ല. പിന്നെ വേറെ ആരും എടുക്കൂല അത്. അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന കാണാനില്ല, ഒരു കമ്മല് കാണാനില്ല. അവരെ വീട്ടിൽ വെച്ചിരുന്നത് കാണാനില്ല. മുകളിലാണ് ചോദിച്ചിട്ടില്ല? ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല. അല്ല, ചോദിച്ചിട്ട് ഇങ്ങനെ കമ്മല് കാണാനില്ല എന്ന് പറഞ്ഞപ്പോ അവരെന്ത് പറഞ്ഞു? അവര് ഒന്നും മിണ്ടിയില്ല. മിണ്ടിയില്ല. ഞാൻ പിന്നെ വഴക്ക് വയ്ക്കാനും പോയില്ല. 3/4 പവന്റെ. അപ്പൊ പുതിയത് അമ്മ എടുത്തിട്ട് വന്നത്. അതിനെയാണ് അമ്മ എനിക്ക് ഈ ഗുളിയ, മെന്റലിന്റെ ഗുളിയ കൊണ്ടുവന്നെന്നും പറഞ്ഞിട്ട് അവര് പറയണത്. എനിക്ക് മെന്റലിന്റെ ഗുളിയ കൊണ്ടുവന്നു എൻ്റെ അമ്മ പറയണ. അമ്മ എനിക്ക് കമ്മൽ വെച്ചിട്ട് വന്നില്ലേ, അതിന് ഇവര് അമ്മാവി പറയാണ് അത് എൻ്റെ അമ്മ ഗുളിയാണ് കൊണ്ടുവന്നേന്ന്. നിങ്ങളുടെ അമ്മ കമ്മൽ കൊണ്ടുവന്നു. അതിന് അമ്മാവി പറയണത് അത് ശരി. അത് എന്തിനാ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടാണോ കൊണ്ടു തരുന്നത്? അന്ന് വൈകിട്ടാണ് കൊണ്ടുവന്നത്. കല്യാണം കഴിഞ്ഞ് എടുക്കാൻ പറ്റില്ല, കമ്മൽ എടുക്കാൻ പറ്റില്ല. അത് ശരി. അത് കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. വൈകിട്ട് കൊണ്ടുവന്നു. 1.5, 2.5, 3.25. 3.25 പവനാണ്. പക്ഷെ നമ്മൾ ഇത് അറിയണമല്ലോ. പക്ഷെ വേറൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ കണക്കും കൂടി അറിയണമല്ലോ. അപ്പം ഇവരിപ്പോൾ താമസിക്കുന്ന അവരുടെ സ്വന്തം വീട്ടിലല്ലേ? ഭർത്താവിൻ്റെ വീട്ടുകാർ. എത്ര സെന്റ് സ്ഥലമുണ്ട് അവർക്ക്? 3.5. നമുക്ക് ഈ കുട്ടിയുടെ അമ്മയെ വിളിക്കാൻ. മേരി വരും. മേരി ആണ് ഈ കുട്ടികളെ വളർത്തിയതെന്ന് പറഞ്ഞു. നിങ്ങളെ ഭർത്താവ് ജോലിക്കൊന്നും പോവില്ല? ഇല്ല, ഭർത്താവിനും ജോലിക്കൊന്നും പോവില്ല. കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് തന്നെ അങ്ങനെയാണോ? ആ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് ജോലിക്കൊക്കെ പോവാൻ മടിയനാണ്, ജോലിക്കൊന്നും പോവില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ? അല്ല, ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചതാ. അപ്പൊ നിങ്ങളാണ് പോയി സമ്പാദിച്ചതും കുട്ടികളെ വളർത്തിയതൊക്കെ. ഇദ്ദേഹത്തിന്റെ ചെലവിനൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും? ഭർത്താവിൻ്റെ ആ കൈ കിട്ടുന്നതൊക്കെ അവർ സ്വന്തമായിട്ട് ആഹാരങ്ങൾ കഴിക്കുകയാണ്. ആഹാരം? ഭർത്താവിൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസ അവർ സ്വന്തമായിട്ട് അങ്ങ് കടയിലൊന്നും തരില്ലായിരുന്നു? നമുക്കങ്ങനെ വീട്ടിലൊന്നും ചിലവൊക്കെ തരുന്നില്ല. ഒന്നും തരില്ല? ഇല്ല. നിങ്ങൾ സമ്പാദിച്ചിട്ടാണ് ആ കുടുംബം നടന്നത്? അതെ അല്ലേ? കേട്ടല്ലോ. അല്ല, ഈ കുട്ടിയുടെ ഏറ്റവും വലിയ പരാതി ഭർത്താവ് തന്നെ അന്വേഷിക്കുന്നില്ല, പൈസ തരുന്നില്ല, മൊത്തം അമ്മയുടെ കയ്യിലാണ് കൊണ്ടേ കൊടുക്കണത്, ഈ കുട്ടിയുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, ചെലവിന് തരുന്നില്ല. ഇതായിരുന്നു ഒരു മേജർ പരാതി. നിങ്ങളുടെ അമ്മ എങ്ങനെ ജീവിച്ചു? മനസ്സിലാക്കണം. നമ്മൾ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പലതും മനസ്സിലാക്കേണ്ടത്. പിന്നെ മേരി ഇപ്പോൾ ഇവരെ കല്യാണം കഴിച്ച് കൊടുക്കും. ഇതിനു മുമ്പൊരു കല്യാണം നിശ്ചയിച്ച അയാൾ മരിച്ചുപോയി.
അയാൾ എങ്ങനെയാണ് മരിച്ചേ? അത് നമുക്കറിയില്ല. താനായിട്ട് 9 മണിയായപ്പം ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു നേരെ എത്ര ഒരു അപാതിരാത്രി ആയാലും ഒന്ന് വിളിക്കണേന്ന് പറഞ്ഞ്. ഇവള് ഭയങ്കര ഉറക്കക്കാരിയാണ്. ചെന്ന് നടന്നങ്ങ് ഉറങ്ങിയിട്ട് പാതിരാത്രി ആയപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഒന്ന് വിളിക്കട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ വിളിക്കണ്ട, ചിലപ്പോൾ ഇനി പാതിരാത്രി നീ വിളിച്ചെന്തെങ്കിലും ശല്യം ഉണ്ടാകുമെന്ന് പറയും, അതുകൊണ്ട് വിളിക്കണ്ടെന്ന്. നേരം വെളുത്ത് ഒരു 9 മണിയായപ്പോൾ പറയണം അവൻ മരിച്ചു പോയെന്ന്. അപ്പോൾ ഇവള് ജോലിക്ക് നിൽക്കുകയായിരുന്നു. ജോലിക്ക് നിന്ന സ്ഥലത്താണ് വിളിച്ച് പറയുന്നത്. അങ്ങനെ വലിയൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അസുഖമായിട്ട് കടന്നതല്ല, ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് മരിച്ചെന്നറിഞ്ഞപ്പോൾ നമുക്കെല്ലാം വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടാമത് പിന്നീട് ഒരു കല്യാണം ഇവനാണ് വന്നത്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഞാൻ എല്ലാം പറയും. നിങ്ങൾ അവരെ വീട്ടുകാർ അറിയിച്ചല്ലോ? നിങ്ങളെ അറിയിച്ചപ്പോൾ പറഞ്ഞില്ലേ എന്ത് കാരണം കൊണ്ടാണ് മരിച്ചതെന്ന്? അതൊന്നും പറഞ്ഞില്ല. ഞങ്ങളൊക്കെ ചെന്ന് പെട്ടെന്ന് പോയപ്പോൾ ജഡമൊന്നും കാണിച്ചില്ല. നമ്മളെ ജഡമൊന്നും കാണിക്കുകയോ ഒന്നും ചെയ്തില്ല. എവിടെ മറവ് ചെയ്തെന്ന് പോലും ഞങ്ങൾ കണ്ടില്ല. അന്ന് ഞങ്ങൾ രാത്രി തന്നെ ഉടനെ ഓടിയപ്പോൾ എവിടെയാണ് ഞങ്ങൾ ജഡവും രാത്രി? ഇത് രാവിലെ വിളിച്ചു പറഞ്ഞത് മരിച്ചു എന്ന്? വീട്ടിലൊക്കെ അറിഞ്ഞപ്പോഴത്തേനൊക്കെ അവൻ്റെ ഉള്ള സഹോദരനൊക്കെ ജോലിക്ക് പോയിരുന്നു. അവരെല്ലാമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനൊക്കെ നേരം 8-8:30 ആയി. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോയത്? മറവ് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. മറവ് ചെയ്ത് കഴിഞ്ഞു. മരിച്ചിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി? കല്യാണ സമയത്ത് മാത്രമല്ല, അല്ല ഒരു കുഴപ്പമില്ലായിരുന്നു. കല്യാണ സമയത്ത് എന്ത്? കല്യാണ സമയത്ത് ഇങ്ങനെ ഒരു ടെൻഷനായിട്ട് ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. ടെൻഷനായിട്ടെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കണ്ടത് നിങ്ങൾക്ക് തോന്നിയത്? എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടുള്ള ഒരു ഓർമ്മക്കുറവുണ്ടായിരുന്നു. അത് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറുകയും ചെയ്ത്. പിന്നെ ഓർമ്മക്കുറവ് ഇപ്പോഴും ഉണ്ട്. കുട്ടി എപ്പോഴാ സ്വന്തം കുട്ടിയുടെ ജന്മസമയം പോലും ഓർമ്മയില്ലാത്ത ഒരമ്മ. സമയം പോട്ടെ, എല്ലാവർക്കും ഓർമ്മയുണ്ടായിക്കൊള്ളാം, 4 മണി അടുപ്പിച്ച് അങ്ങനെ പറയും. രാവിലെ ആണോ വൈകുന്നേരമാണോ എന്ന് പോലും ഓർമ്മയില്ല. അതെന്തൊരു ഓർമ്മ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എപ്പോഴാണ്? ഉച്ചക്കാണോ? അല്ലാതോ രാവിലെ ആണെന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത്. വിവാഹ സമയത്തൊരു ഓർമ്മക്കുറവ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അത് ആ കല്യാണം കഴിക്കാൻ വന്ന വീട്ടുകാർക്ക് എന്തെങ്കിലും തരത്തിൽ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പെരുമാറ്റമല്ല ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായോ? ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു ഞാൻ നേരത്തെ അവൾ കെട്ടാൻ നിന്ന് മരിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു അത് എല്ലാവരും മരിക്കുന്ന പതിവ് തന്നെ, അതിൽ അവർക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത് ആലോചിക്കാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും വരാനും തുടങ്ങി. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഓർമ്മക്കുറവ് ഉണ്ടായി എന്ന് പറയാൻ കാരണം എന്നായി ചോദിക്കും. കാരണം എന്ന് വെച്ചാൽ ആ കല്യാണ സമയത്ത് മാത്രം, അതിന് മുമ്പിലോ. ആ കല്യാണ സമയത്ത് എന്താ ഉണ്ടായേ? സമയമൊക്കെ കല്യാണ സമയമൊക്കെ ആയപ്പോൾ ഇപ്പം കെട്ടിയവനെ അനിയെന്ന് പറഞ്ഞ് അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം, പിന്നെ സംസാരിക്കും അല്ലെന്നും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കാത്തതുകൊണ്ട് ഇവൾ അങ്ങോട്ട് വിളിച്ച് എന്നിട്ട് അവൻ എടുക്കില്ല. അപ്പോഴും ഇവൾ ഈ ഫോൺ കൈ വെച്ചുകൊണ്ട് പറഞ്ഞ് അയ്യോ എനിക്ക് നേരത്തെ വന്നവനും പോയി ഇതും പോയാ എന്ന് അത്രയും മാത്രം തന്നെ പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല, ഒന്നും അറിഞ്ഞും കൂടെ. ഈ പ്രസവത്തിന് 7 മാസം മുമ്പേ വിളിക്കുന്ന എൻ്റെ തലേ ദിവസം രാത്രി ഈ വയറ് 7 മാസം വയറ്റിൽ ആ വയറ്റിൽ ചവിട്ടി കൊടുത്ത് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്ന് കൊച്ച് മകൾ പ്രസവിച്ച് പിന്നീട് 5 മാസമായപ്പോൾ വിളിക്കാൻ വരെ അന്വേഷിക്കുക ഒന്നും ചെയ്യണില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ അങ്ങ് കൊണ്ടുവിടാൻ പോവുകയാണ്. ഇവളെ കെട്ടിയവനെ വിളിച്ചിട്ട് വന്നില്ല. ഇവള് വയ്യാതെ ഇരിക്കുകയാണ്, എനിക്ക് ജോലിക്കും പോകണം. അവൻ വെറുതെ വീട്ടിൽ അങ്ങും ഇഞ്ഞും നടക്കയില്ല, ഇത്തിരി വന്ന് ഇവിടെ ഒന്ന് കൂട്ടിയിരിക്കും, ഞാൻ ജോലിക്ക് പോട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട് വന്നതേ ഇല്ല. ഒരു താലി കെട്ടിയതിന് ഒരു ഉത്തരവാദിത്തം ഇല്ല മേഡം. നിങ്ങളുടെ ഭർത്താവിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോ? നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കല്യാണം കഴിച്ച അന്ന് മുതലേ അങ്ങേര് ഒരു പണിക്കും പോകില്ല, യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് മറ്റൊരു ശല്യവും ഇല്ലായിരുന്നു. അപ്പം മോളുടെ ഒരു ബന്ധം നല്ലവണ്ണം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മ അവളുടെ ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ ഈ രീതിയിൽ സംസാരിച്ചാൽ പിന്നെ അവർ വരുമോ? അതാണോ ഒരമ്മ ചെയ്യേണ്ടുന്നത്? എന്താ പേപ്പേഴ്സ് ഉള്ളേ? MC കൊടുത്ത ഡേറ്റിൽ ഇതിന്റെ പെറ്റീഷനിൽ ഒരു ഡേറ്റ് പോലും വെച്ചിട്ടില്ല, നമ്പർ ഇട്ടിട്ടില്ല. പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് അതൊന്നും 2 കേസ് പെൻഡിംഗ്. ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് ഉണ്ടോ? ഉണ്ട്. അതാര് കൊടുത്തു? given by the husband. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയില്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്,
തിരുവനന്തപുരം 14. ഇമെയിൽ ജീവിതം@amritatv.com.